ഹായ് ഹലോ കഥാ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളങ്കാവൽ സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്തിരുന്നു. ആൻഡ് ഞാൻ ഇന്നലെ ആക്ച്വലി കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടിയപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു വീഡിയോ ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയതായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് കാന്തേൻ്റെ കുറേ പ്രീമിയർ ഷോ റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗ്ലോബ് ട്രോട്ടർ ഗ്ലോബ് ട്രോട്ടർ സിനിമയുടെ പുതിയ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ ക്യാരക്ടർ പോസ്റ്റർ ഓഫ് പ്രിയങ്ക ചോപ്ര. ആൻഡ് ആളുടെ പേര് മന്ദാകിനി എന്നാണ് സിനിമയിൽ. ആൻഡ് ആ ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ ഐ മീൻ ഭയങ്കര സംഭവം ഒന്നും എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ടാണ് ഭയങ്കര സംഭവം തോന്നാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇതേപോലെയൊക്കെ എനിക്ക് ആ പോസ്റ്റർ കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ വാർ 2 ആണ്. എന്താ അറിയില്ല, മേ ബി അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. പോസ്റ്റർ ഭയങ്കര ഒന്നും പറയല്ല, ബട്ട് അഗെയിൻ എല്ലാവർക്കും ഒരു പ്രത്യേകതരം പരിപാടിയാണെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ ഈ ഗ്ലോബ് ട്രോട്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഒരു ലിറിക്കൽ വീഡിയോ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള അത് എങ്ങനെയാണ് അതന്നെ ആയിരുന്നു അതിന്റെ പേര് തോന്നുന്നു. ബട്ട് ആ പാട്ട് എങ്ങനെയായിരുന്നു, സഞ്ചാരി എന്ന് പറഞ്ഞിട്ട് അത് പാടിയിട്ടുള്ള ശ്രുതി ഹാസനായിരുന്നു. ആ സംഭവം കേട്ടപ്പോ ആക്ച്വലി ഈ മറ്റേ പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ഔട്ട് ആയിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ എത്ര താഴത്തേക്ക് പോയോ അതിന്റെയൊക്കെ അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് സിനിമയുടെ ഹൈപ്പ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത് വല്ലാത്ത ഫീൽ ആയിരുന്നു. അതിങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു അത് കേട്ടപ്പോൾ. ഇപ്പോഴും ഞാനത് കുറച്ചും കൂടെ കേട്ടിട്ടേ ഉള്ളൂ. സോ സിനിമ ഡെഫിനറ്റ്ലി നൈസ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ രാജമൗലി തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാരണം. ആളുടെ സിനിമകൾക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ കുറെ ഒക്കെ ട്രോള് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ അത് സിനിമയിലേക്ക് വരുമ്പോൾ കഥ മൊത്തത്തിൽ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ എന്തായാലും സിനിമ ഉഷാറാവട്ടെ, അത് ആ കാര്യങ്ങളൊക്കെ അവിടെ കട്ടെ. ആൻഡ് ഇതായിരുന്നു ക്യാരക്ടർ പോസ്റ്റർ. ആൻഡ് വാസ് ഓക്കെ, നോട്ട് ദാറ്റ് ഗ്രേറ്റ്. എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള കമന്റ് ബോക്സിൽ ഇടാം. കാരണം എന്റെ അതേ ഒപ്പീനിയൻ ആയിരിക്കില്ലല്ലോ ബാക്കിയുള്ളവർക്ക്. പിന്നെ വിലായത്ത് ബുദ്ധ സിനിമയുടെ ട്രെയിലർ ഇന്ന്, അതായത് November 14 ലുലു മോളിൽ വെച്ചിട്ട് റിലീസാണ്. ആൻഡ് 6:30 റിലീസ് ചെയ്യണത്. അപ്പൊ അതൊരു ഒരു ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് പ്രോഗ്രാം ഇവന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലുലുവില്. ആൻഡ് അങ്ങനെയായിരിക്കും ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ. എന്തായാലും ട്രെയിലർ കാണാൻ അഗെയിൻ വെയിറ്റിംഗ് ആണ്. ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഡീസെന്റ് ടീസർ. അപ്പൊ ട്രെയിലർ എന്താ നോക്കുക. കാരണം സിനിമയുടെ റിലീസ് 21 November വരുന്നത്, പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഒരു ബഞ്ച് ഓഫ് സിനിമ ഐ മീൻ ഫിലിംസ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ഒരുപാട് എക്സൈറ്റഡ് ആണ് ഓരോ സിനിമകൾക്ക് വേണ്ടിയിട്ടും. ആൻഡ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ, DQന്റെ മൂവി ഇന്ന് റിലീസാണ് കാന്ത. ആൻഡ് നെക്സ്റ്റ് വീക്ക് പൃഥ്വിരാജ്, അത് കഴിഞ്ഞ മമ്മൂക്ക. സോ അങ്ങനെയാണ് അതിന്റെ ആ ഒരു ലൈനപ്പ് കിടിലാണ്. എന്തായാലും എല്ലാം കാണണം. അടുത്തത് സർവം മായ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു. റാപ്പപ്പ് ആയ നിവിൻ പോളി ഒരു ഒഫീഷ്യൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഇന്നലെ. ആൻഡ് പടം 25 ഡിസംബർ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷന് വേണ്ടിയിട്ടാണ് അവർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസിനും ഇതേ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണണം. ആൻഡ് എഗെയിൻ എക്സൈറ്റഡ് ആണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കാന്ത കാന്തനെ പറ്റി പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എവിടുന്ന് തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ UK നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഐ തോട്ട് ഐ സ്റ്റാർട്ട് ഫ്രം ഹിയർ. സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മാജിക് റേസ് ആണ് UK ആൻഡ് യൂറോപ്പ്. ആൻഡ് ഒരു വൈഡ് റിലീസാണ് വന്നിട്ടുള്ള. ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ ഉണ്ട്. ആൻഡ് ഡ്യൂ ടു സം ഹോളിവുഡ് മൂവീസ് കുറെ തിയേറ്ററുകളിൽ ഷോസ് മര്യാദയ്ക്ക് ഫസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 2-3 ദിവസങ്ങളില്ല. കാരണം വേറെ സിനിമകൾ ചാർട്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ സിനിമകൾ കുറച്ച് ഷോസ് ഒക്കെ കുറഞ്ഞിട്ടാണ്. ആൻഡ് പടം എന്തായാലും ഉഷാറാവട്ടെ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് റിലീസ് ഉണ്ട്. ഈവൻ യൂറോപ്പിലാണെങ്കിലും ഒരു വൈഡ് റിലീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവർ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒക്കെ. ആൻഡ് ഇത് ഇന്ന് പ്രീമിയർ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിയുന്ന സമയത്ത്. ആം, ഒരുപാട് നല്ല റിപ്പോർട്ട്സാണ് വരുന്നത്. നാട്ടിലെ പ്രീമിയർ കഴിഞ്ഞു ആൻഡ് പ്രസ് റിലീസ് ഉണ്ടായിരുന്നു ഇന്നലെ. ഒരുപാട് നല്ല റിപ്പോർട്ട്സാണ് വരുന്നത്. ആൻഡ് എല്ലാവരും പെർഫോമൻസിനെ പറ്റിയാണ് നല്ല അഭിപ്രായങ്ങൾ പറയണത്. സീംസ് ലൈക്ക് ദുൽഖറിനൊരു നെക്സ്റ്റ് സൂപ്പർ ഹിറ്റ് മൂവി ലോഡിംഗ് ആണെന്നുള്ളതാണ്. കാരണം ലക്കി ഭാസ്കറിന് ശേഷം ലിറ്ററലി ആഫ്റ്റർ 1 year ഈ ഒരു സിനിമ വരികയാണ്. ആൻഡ് ഈ സമയം കുറച്ച് അടിപൊളിയായിട്ടായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ലക്കി ഭാസ്കറിൽ നമുക്ക് എന്ത് കിട്ടി അതിന്റെ ഇരട്ടി ഫീൽ ഇവിടെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാത്തിരിക്കുന്ന സിനിമയാണ് കാന്ത. ആൻഡ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഷോസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ വൈകിട്ട് 4 മണിക്കാണ് ഷോ. എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി 10 മണിയായി നാട്ടില്. അപ്പോൾ എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ വയ്യ. കാരണം അപ്പോഴേക്കും സിനിമ നാട്ടിലിറങ്ങി ഒരുപാട് പേര് കാണും. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നല്ല റിപ്പോർട്ട്സ് ആണ് സിനിമയ്ക്ക് പ്രീമിയർ ഷോ കഴിയുമ്പോൾ വരുന്നത്. ആൻഡ് ലെറ്റ് സി. കാരണം രാവിലത്തെ ഒരു ഷോ കഴിഞ്ഞാലാണ് ആൾക്കാരുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് രാവിലത്തെ 1-2 ഷോ കഴിയുമ്പോഴാണ് മനസ്സിലാവും.
ആൻഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഞാൻ സിനിമ കണ്ടിട്ട് എന്റെ ചാനലിൽ കൂടെ റിവ്യൂ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ആൻഡ് കുറച്ച് ലേറ്റ് ആയാലും റിവ്യൂ എന്തായാലും വരും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദുൽഖറിന്റെ ഇന്റർവ്യൂസ് ആണ്. ദുൽഖറിന്റെ ഇന്റർവ്യൂസ്, ഇപ്പൊ ദുൽഖർ ഇന്റർവ്യൂ കാന്തയുടെ റിലേറ്റഡ് ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഐ ആം ഗെയിം, പിന്നെ വന്നിട്ട് ലോക. ആൻഡ് ലേറ്റസ്റ്റ് റിവ്യൂസിലൊക്കെ ഐ മീൻ ഇന്റർവ്യൂസിലൊക്കെ അത് പറയണ്ടായി. ആൻഡ് ദുൽഖർ ഒരു കാര്യം ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, ദുൽഖറും മമ്മൂക്കയും കൂടെ വരുന്ന ആദ്യത്തെ സിനിമയായിരിക്കും കാന്തയുടെ ചാപ്റ്റർ 2. കാരണം ചാപ്റ്റർ 2, 3 ഇനി വരാൻ പോണ ചാപ്റ്റേഴ്സിൽ മമ്മൂക്കയും ദുൽഖറും ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ദുൽഖർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. ആൻഡ് ലെറ്റ് സി, അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കാരണം അവർ രണ്ടാളും സ്ക്രീനിൽ വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മൂവി ലവർ, എവരി വൺ ഡ്രീം ദാറ്റ് അല്ലേ. കാരണം ചിരഞ്ജീവി, രാം ചരൺ എല്ലാവരും ഓരോരോ മീൻസ് അവർ വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി വേറെ ആണല്ലോ. അപ്പൊ നമുക്ക് മലയാളത്തിലും അങ്ങനെ വരണം എന്ന്, മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ആ കോമ്പിനേഷൻ വരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്. ആൻഡ് വരട്ടെ, സംഭവിക്കട്ടെ. അപ്പോ ഇതൊക്കെയാണ് കുറച്ച് കുറച്ച് വാർത്തകൾ. ആൻഡ് വരും ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂവി വീക്ക് അല്ലെങ്കിൽ മൂവി മന്ത്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാം. റിവ്യൂസ് ഒക്കെ എന്റെ ചാനലിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.